ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വെക്കേഷനൊക്കെ തീരാൻ പോവാണല്ലോ. അപ്പോൾ ആമി കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ശ്രീകുട്ടിയും കൂടെ ഉണ്ട്. വന്നപ്പോൾ തുടങ്ങിയതാണ് തോട്ടിലെ വെള്ളം ഒന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇതാ രണ്ടുപേരിനും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. 2 ദിവസമായിട്ട് നിർത്താണ്ട മഴയായിരുന്നല്ലോ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, മഴയ്ക്ക് നല്ല കുറവുണ്ട്. അപ്പോൾ ആ ചാൻസിലാണ് ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് കൂടെയുള്ള തോടാണിത്. സാധാരണഗതിയിൽ നിറയെ പുല്ലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കിടക്കാറാണ്. പക്ഷേ എല്ലാ മഴക്കാലത്തിൻ്റെ മുന്നേ തൊഴിലുറപ്പിലെ ചേച്ചിമാർ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ മഴയുടെ വെള്ളമാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇനി നിർത്താണ്ട് മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ വെള്ളം നിറഞ്ഞ് പാടവും തോടും ഒക്കെ ഒരേപോലെ ആവാറുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ വീടിൻ്റെ 4 ഭാഗം പാടങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം കൃഷി സാധാരണയായിട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. നെല്ലും അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പച്ചക്കറിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആമിക്കും ശ്രീകുട്ടിക്ക് എങ്ങനെയെങ്കിലും ഈ തോട്ടിലിപ്പോൾ ഒന്ന് ഇറങ്ങണം എന്നാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കുറച്ച് താഴ്ച ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ആ നടക്കണ ഭാഗത്തേക്ക് ഞാൻ അവരെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് ആ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുറേ കുട്ടികൾ വന്നിട്ട് നിൽക്കണുണ്ടോ. ഇവരിവിടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. നിറച്ച വെള്ളമാണ്, പക്ഷെ അതിലാണ് അവർ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടൊക്കെ റെഡിയാക്കുകയാണ്. ഈ വഴികളൊക്കെ മുന്നേ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും ഇത് കൂടെ അങ്ങനെ ആരും നടക്കാറൊന്നുമില്ല, കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ആയിട്ട് നമ്മൾ ഈ തോട്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കുമല്ലോ, ആ ഒരു ചെറിയ വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, ആഴമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇറക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടിനെയും വീട്ടിൽ നിന്ന് കൊടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാളും ഞാൻ ധൈര്യത്തിൽ അവിടെ ഇറക്കി. നേരെ മറിച്ച് ബാക്കിയുള്ളവിടുത്തെ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നിന്ന് കയറാൻ പറ്റിയ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങാൻ സമയം. തോട്ടിൽ ഇപ്പം തന്നെ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെള്ളം വരുന്ന സമയത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ വല വെച്ചിട്ടും അല്ലാണ്ടൊക്കെ മീനെ പിടിക്കാനായിട്ട് എന്തായാലും കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. മീനിനെ പിടിക്കാനുള്ള ശ്രമത്തിലൊക്കെ ഇങ്ങനെ കാണാനില്ലേ. ഇതിന്റെ അറ്റത്തായിട്ട് ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട്. അത്ര ദൂരെ ഒന്നല്ല, അവിടെ ആ തെങ്ങും കൂട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മളെ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ നേരെ 1 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഏട്ടൻ്റെ വീട്ടിലും എത്താൻ പറ്റും. ഇവരിനെ ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ തകൃതിയായിട്ടുള്ള പണി നടക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കളിക്കാനുള്ള സ്ഥലം റെഡിയാക്കണതാണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലുണ്ട് അവർ കാല് കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കിളക്കലൊക്കെയാണ് നടക്കുന്നത്. വെള്ളം കാണാൻ വേണ്ടിയിട്ട് കൊടുന്ന ഈ 2 കക്ഷികളെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി കുറേ അധികം പാടുപെടേണ്ടി വന്നിട്ട് കുറച്ചും കൂടി നേരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഈ പുല്ല് മൂടി കിടക്കണ വഴി കണ്ടോ, ഇത് കൂടെയാണ് നമ്മളെ പഴയ വഴി കേട്ടോ. ആദ്യം ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാടത്തെ വരമ്പ് കൂടെയാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് കിടക്കുക. അങ്ങോട്ട് വരുന്ന തണ്ടലം വഴിയുള്ള കണക്ട് ചെയ്യണ വരമ്പുകളായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് നമുക്ക് അപ്പുറത്ത് കൂടെ റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരും നടക്കാതെയായിട്ട് അതൊക്കെ ആകെ പുല്ല് പിടിച്ച് അങ്ങനെ പോയി. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അവിടേക്കുള്ള വരമ്പ് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം അപ്പുറത്തേക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ. ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കണ കണ്ടിട്ട് ഉറക്കെ എന്നോട് സംസാരിച്ചും കൊണ്ടിരിക്കാനാട്ടോ. ചേച്ചി വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഈ 2നെയും കഷ്ടപ്പെട്ട് പൊക്കിയെടുത്ത് ഞാനിനി വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അമ്മ വരുമ്പോഴത്തേന് എത്തിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വേറെ ചീത്ത നന്നായിട്ട് കേൾക്കും. 2 മാസത്തെ വെക്കേഷനിൽ ആകെ ഒരാഴ്ചയാണ് മക്കൾക്കൊക്കെ കൂടിയിട്ട് വീട്ടിലൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റിയിട്ടാ, കാരണം എല്ലാവർക്കും തിരക്കാണല്ലോ. അപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം കണ്ടത്. പാടത്ത് നിന്ന് തോട്ടിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരിക കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് സെറ്റപ്പ് കണ്ടോ, 2 കല്ലൊക്കെ വെച്ചിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ തടയണ കെട്ടില്ലേ, തോട്ടിൽ വെള്ളം ഉണ്ടാവുന്ന സമയത്ത് ഇപ്പുറത്ത് കൃഷി ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഷട്ടർ പോലെ ഒരു സാധനം ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ മാവിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതാണ് എൻ്റെ വീട്. വീട്ടിൽ നിറച്ച് മാവുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ എല്ലാ മാവിൻ്റെ തലയും ഞങ്ങളെ തോട്ടിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ. പണ്ടൊക്കെ ഇത് കൂടെ സ്കൂൾ കുട്ടികളൊക്കെ പോയിരുന്ന വഴിയായിരുന്നു. അന്നൊക്കെ ഒരു മാങ്ങ പോലും ഞങ്ങൾക്ക് കിട്ടില്ല, കാരണം എല്ലാവരും പൊട്ടിച്ചുണ്ടാവും. ഇപ്പം ആരും ഈ വഴിയൊന്നും അങ്ങനെ നടക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പം. ഈ വഴി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്താട്ടോ. മാവിലൊക്കെ എപ്പോഴും മാങ്ങയുണ്ട്, പക്ഷേ ആ ഇലക്ട്രിക്കിൻ്റെ കമ്പിയുള്ള കാരണം കൊണ്ട് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്, നിറച്ചും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ശ്രീകുട്ടിയുടെ അമ്മ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇനി പോവാനുള്ള തിരക്കാട്ടോ. അപ്പം 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്കൂള് തുറക്കണ തിരക്കാണല്ലോ. ഇനി ഇതുപോലെ കുറേ കാണാതിരിക്കുമ്പോൾ പെട്ടെന്നാണ് എല്ലാവർക്കും കൂടിയിട്ട് ഒപ്പം ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ തോന്നുക. അപ്പം ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓണവും വിഷുവൊക്കെ ആവണം, കാരണം കുട്ടികളുടെ സ്കൂളും ബാക്കി നമ്മളുടെ ജോലിയും എല്ലാം കൂടിയിട്ട് ഒത്തു കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാവില്ലല്ലോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിവിടെ കുറച്ച് സൈക്കിളിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. ഓട്ടോയൊക്കെ വരികയാണെങ്കിൽ ഈ റോഡ് വരെ വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോ ആണ് അവിടെ. ഒന്നും കൂടി സൈക്കിൾ ചവിട്ടി കാണിക്കാൻ പറഞ്ഞ എൻ്റെ നാണം കൊണ്ടാണ്. ഏതൊക്കെയോ വഴി കൂടിയാണ് ആൾ സൈക്കിൾ ചവിട്ടി പോണത്. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കില്ല എന്നുണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടി തരാമെന്ന് പറഞ്ഞിട്ടാണ് ആളവിടെ നിന്ന് ചവിട്ടാൻ തുടങ്ങിയത് കേട്ടോ. അവരും പോകാനുള്ള തിരക്കിലാണ്, കാരണം സ്കൂൾ തുറക്കാനായതിൻ്റെ വെക്കേഷൻ തീർന്നതിൻ്റെ ഒക്കെ ക്ഷീണമാണ്. ഇതാ കണ്ടില്ലേ, എന്തോ ഒരു സ്പീഡാണെന്നറിയോ. അപ്പോഴേക്കും ഇതാ പൊന്നൂനെ കൊണ്ടുപോകാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ജോലി സ്ഥലത്ത് നിന്ന് വന്ന കാരണം ഇനി വീട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വളാഞ്ചേരി എത്താൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ആ ഓട്ടോയിൽ എന്നെ ശ്രീകുട്ടീനെ കയറ്റി വിട്ടിട്ട് തിരിച്ചു വിടുകയാണ്. വെക്കേഷൻ്റെ ക്ഷീണവും തിരക്കും ആവേശം എല്ലാം ഇതോടുകൂടി കഴിഞ്ഞു. ഞങ്ങളെ വീടും ഒഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇനി
അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അച്ഛൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാനും മാമിയും ഇവിടുന്ന് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്